ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ, ഏതൊരു വീഡിയോയിൽ ഒന്ന് ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പി ഇടണമെന്ന്. അപ്പം ഇന്ന് ഞാൻ ചിക്കൻ ബിരിയാണി ആയിട്ടാണ് വന്നിന് കേട്ടോ. അപ്പം ചിക്കൻ ബിരിയാണിയിലേക്കുള്ള ചിക്കന് പൊരിക്കാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഹോം മെയ്ഡ് പൊടി ഉണ്ട് കേട്ടോ, കബാബിനൊക്കെ കൂട്ടുന്ന അതും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ഒക്കെ പാടിട്ട് നല്ലോണം അങ്ങ് കിളിമ്പി കുഴച്ചട വെച്ചോളി കേട്ടോ. അല്ലാണ്ട് ഇതിങ്ങനെ വീഡിയോക്കും വേണ്ടിയിട്ട് സ്പൂണും കൊണ്ട് തോണ്ടാനോ സ്പൂണും കൊണ്ട് പെരക്കാനൊന്നും ഞങ്ങൾക്ക് ആകുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ മസാല ഒക്കെ തേച്ചിട്ട് കളർ പൊടിൻ്റെ ആവശ്യമൊന്നുമില്ല കബാബ് പൊടിക്ക് കേട്ടോ. അത് പിന്നെ അവിടെ മൂടി വെച്ച് എന്നിട്ട് പിന്നെ എന്താക്കി, ഒരു 5-10 മിനിറ്റൊക്കെ കഴിഞ്ഞ് എൻ്റെ ബാക്കിയുള്ള ഉള്ളി മുറിക്കലും വെളുത്തുള്ളി മുറിക്കലും ഇഞ്ചിയും ഇതൊക്കെ മുറിക്കലൊക്കെ കഴിഞ്ഞ് എന്ന വരക്ക് അതവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ അത് നല്ലോണം ഉപ്പും പുളിയും മഞ്ഞളൊക്കെ പിടിച്ച് അപ്പോൾ അത് പൊരിക്കുകയാണ് കേട്ടോ മക്കളെ. വല്ലാതെ അങ്ങ് മുരിഞ്ഞ് കരിയൊന്നും വേണ്ട കേട്ടോ, പിന്നെ ഒരു മാതിരി ഇങ്ങോട്ട് വെന്തോട്ടെ, എന്നാലിട്ട് കറമുറൂന്നിട്ടാവും വേണ്ട, അങ്ങനെ പൊരിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഇനി ഇപ്പുറത്ത് ചോറിന് വേണ്ടിയിട്ട് ഞാൻ നെയ്ച്ചോറിനായാലും ബിരിയാണിക്കായാലും ബിരിയാണി തിളപ്പിച്ചിട്ട് വറ്റിച്ചിട്ട് അങ്ങനെയും വെക്കും, ഇങ്ങനെ നെയ്ച്ചോറ് വെക്കുമ്പോൾ വെച്ചിട്ട് അങ്ങനെയും വെക്കും. അതിൽ ലേശം പശു നെയ്യ് ഒഴിച്ച് ലേശം സൺഫ്ലവർ ഒഴിച്ചിട്ട് വലിയ ജീരകം, പട്ട, ഏലം, ഗ്രാമ്പു ഇത് മൂന്നും എണ്ണയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇതാക്കുക. എൻ്റെ നെയ്ച്ചോറ് വെക്കുന്ന വട്ടച്ചമ്പിൻ്റെ അടി നോക്കുക, അങ്ങനെ പൊന്തീനി. പിന്നെ അത് എണ്ണ വെച്ചതിൻ്റെ ശേഷം പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കുത്തി അമർത്തിയിട്ടുണ്ടായിന് കേട്ടോ, ഒന്ന് ലെവലാക്കി കൊടുത്തിനേനു. അപ്പോൾ പിന്നെ ഇപ്പുറം ചിപ്പു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓള് സ്കൂളിട്ടൊക്കെ വന്നല്ലോ, ഓരോ സ്കൂളിൽ വരുത്തലും കഴിഞ്ഞിട്ടൊക്കെ തന്നെയാണ്. പിന്നെ ഓളെന്താക്കി പൊരിക്കുന്നുണ്ട്, ചിക്കൻ ഓള പൊരിക്കുന്നു കേട്ടോ. മോളാണ് കേട്ടോ, രണ്ടാമത്തെ മൂത്ത മോള് ഓള് പൊരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കമൻറ്റിലും കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി എന്നോട് കേട്ടോ എത്ര കുട്ടികളാണെന്ന്. 3 കുട്ടികളാണ് കേട്ടോ. 3 കുട്ടികൾ, ഒരാണും 2 പെണ്ണുമാണ്. മൂത്തതാണ്, ഇളയത് 2 പെണ്ണുമാണ് കേട്ടോ. മോന് സ്കൂളിൽ പ്ലസ് ടുവിൽ പഠിക്കുന്നുണ്ട്, മോള് +1 പഠിക്കുന്നുണ്ട്, ചെറിയ മോള് 4ാം ക്ലാസ് പഠിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ചോറിന് വെള്ളമെല്ലാം അവിടെ വെച്ചതിൻ്റെ ശേഷം ആ പൊരിച്ച എണ്ണ ഞാൻ വിചാരിച്ചാൽ ആ പൊരിച്ച ചട്ടി തന്നെ മസാല ആക്കാൻ വിചാരിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ലേശം എണ്ണ ഊറ്റി വെച്ച് ബാക്കിയും കൊണ്ട് മസാല ആക്കാം. നോക്കുമ്പോൾ ചട്ടീൻ്റെ അടി നോക്കാം, ചിക്കന് പൊരിച്ചിട്ട് അതിൻ്റെ ആ കറുപ്പ് ഇതൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ കഴിക്കാൻ പാടില്ല എന്നല്ല പറയൽ. അപ്പോൾ പിന്നെ അതിൽ പിന്നെ നമ്മൾ മസാല ആക്കി ആ കറുപ്പൊക്കെ പിന്നെ ആ മസാലയിൽ പിടിക്കുമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ ഈ ചട്ടിയിൽ വെച്ചിട്ട് ആ എണ്ണ തന്നെ ഊറ്റിയെടുത്തിട്ടോ. എന്നിട്ടിപ്പോൾ ഇത് പിന്നെ ഉള്ളി നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് മേലെ ഉള്ളി ഇടണമല്ലോ, അതിനൊന്ന് റോസ്റ്റാക്കിയിട്ട് എടുക്കുകയാണ്, ഒന്ന് ചോപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിന് ചോറിൻ്റെ വെള്ളം തിളച്ചിട്ടോ. പിന്നെ ചോറിന് അരി ഇട്ട് കൊടുത്തിട്ട് അപ്പോഴത്തേക്കിനും ഉള്ളി ഒരുമാതിരി ബ്രൗൺ കളറൊക്കെ ആകുന്ന കളറിലേക്ക് വന്നതിന് കേട്ടോ. പിന്നെ അത് കോരിയിട്ട് അതിക്ക് തന്നെയാണല്ലോ പിന്നെ മസാലക്കുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കണേനു, പക്ഷെ ഞാൻ മറന്നുപോയി, മുന്തിരി ഇല്ല, അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു. ഇനി ഞാൻ ചിക്കൻ മസാലയിലേക്ക് ഞാൻ 2 തക്കാളിയെ കൂട്ടുള്ളൂ. അതേ സ്ഥാനത്ത് ബീഫിലേക്കാണെങ്കിൽ 2-3 തക്കാളി കൂട്ടും. ചിക്കനിലേക്ക് വല്ലാതെ നമ്മൾ മസാലയ്ക്ക് തക്കാളി കൂട്ടിയാലില്ലേ മസാല ഒരു വെള്ളം പോലെ ഉണ്ടാവും, ഡ്രൈ ആയി നിൽക്കണം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് ആ അരച്ച ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഈ ചോറിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയും നെയ്ച്ചോറ് വെക്കുന്നതിലായാലും ബിരിയാണി വെക്കുന്നതിലായാലും ചോറിലേക്ക് ഒരിച്ചിരി ഇങ്ങോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കുന്ന ആ പിന്നെ ജാറിൽ തന്നെ ഊറ്റിയിട്ടാണ് തെളിച്ചു കൊടുത്താൽ മതി. പിന്നെ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം വാടിയതിൻ്റെ ശേഷം തക്കാളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്ന വീഡിയോയിൽ ആയിനോ ഇല്ലേന്നില്ല എനിക്കറിയില്ല, എൻ്റെ അടുത്ത് മിസ്സായി പോയിന്ന് തോന്നുന്നുണ്ട്. നല്ലത് എണ്ണൊക്കെ തെളിഞ്ഞ് വന്നിട്ടോ ഉള്ളിയൊക്കെ അങ്ങനെ. പിന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത്, എപ്പോഴും നമ്മൾ മല്ലിച്ചപ്പ് ഫസ്റ്റ് ഇട്ട് കൊടുക്കരുത്. എന്താ പറഞ്ഞാൽ മല്ലിച്ചപ്പ് ഒരു കയ്പ്പ് രസം വരും, മല്ലിച്ചപ്പും കരിവേപ്പിലും ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇന്നതാ മസാല. ഇതിന് ഞാൻ ചിക്കൻ ബിരിയാണിക്ക് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കൂല കേട്ടോ, ബീഫിന് വെറും കുരുമുളക് ഇട്ട് കൊടുക്കും, മുളകും പൊടി ഇട്ട് കൊടുക്കൂല.
പിന്നെ ഞാൻ ബിരിയാണിക്കില്ലേ ഞാൻ തന്നെ പെരക്ക് മസാല പൊടിക്കലാണ്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് മസാല പൊടിച്ചത് തീർന്ന്. അപ്പം ഞാൻ എന്താക്കി ഗരം മസാലയും ബിരിയാണി മസാലയും ചിക്കൻ മസാലയും ഇതന്നെ ഇട്ട് കൊടുത്തു. പക്ഷെ ഞാൻ പെരക്കുന്ന് ജാതിപത്രി മറ്റേ ഇത് എല്ലാം കൂട്ടിയിട്ട് തത്തോലോ ഇതെല്ലാം കൂട്ടി പൊടിച്ചിട്ട് ഞാൻ തന്നെ ആക്കലാണ് ബിരിയാണിക്ക്. അല്ലാണ്ട് ബിരിയാണി മസാല ഗരം മസാല ഇതൊന്നും ഇടലില്ല. അതൊരൊറ്റ പൗഡർ മാത്രം ഞാൻ ഇട്ട് കൊടുക്കലുള്ളൂ ചിക്കൻ ബിരിയാണിക്ക്. പക്ഷെ അതിൻ്റെ അടുത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ സാധനം 1-ാം തീയതി ആകാനായില്ലേ. ഇനിയിപ്പോൾ സാധനം വാങ്ങുമ്പോൾ അത് വാങ്ങിയിട്ട് വേണം പൊടിച്ചൊക്കെ. അതിൻ്റെ വീഡിയോ പിന്നെ ഞാൻ പെരക്കന്നെ ആക്കണ ബിരിയാണി മസാലേൻ്റെ വീഡിയോ വേണ്ടവർ കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ വീഡിയോ വേണമെങ്കിൽ ഞാനിട്ട് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. മസാല പൊടിക്കണ സമയത്ത് വേണ്ടവർ കമൻറ്റ് ഇടും. പിന്നെ അത് ലാസ്റ്റ് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ പൊരിച്ച് വെച്ച് ഇറച്ചിട്ട് കൊടുക്കുക. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് ചെറുനാരങ്ങ ഇട്ട് കൊടുത്തിട്ടോ. ഒരു കഷ്ണം ചെറുനാരങ്ങ, ഓവർ പുളി വേണ്ട, ചെറിയൊരു കഷ്ണം മാക്സിമം പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഗോൾഗേറ്റ് നിൽക്കി എടുക്കില്ല, അതുപോലെ മാക്സിമം ചെറുനാരങ്ങൻ്റെ വെള്ളം ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും മക്കളെ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ഒന്ന് എന്താക്കി വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചളിട്ടോ. വീഡിയോ ആര് കാണുന്നുണ്ടെങ്കിലും വീഡിയോ ഒന്ന് കാണുമ്പോൾ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടോ. ഒരു ലൈക്കും കമൻറ്റും ഇട്ടോളിട്ടോ. നിങ്ങളെ സപ്പോർട്ടാണല്ലോ നമുക്ക് മുന്നോട്ടേക്കുള്ള വിജയം. പിന്നെ അങ്ങനെതാ മസാല അടിപൊളി മസാലയായിരുന്നു, സൂപ്പറായിട്ടുണ്ട്. ഇതൊരു സൂപ്പർ ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് കുട്ടികളുണ്ട് ഇന്നലെ രാത്രി പറയണേ, പിന്നെ ഉമ്മാക്ക് ഇത്ര ദിവസം ഉമ്മ ബിരിയാണി വെച്ചിനെങ്കായി സൂപ്പർ ബിരിയാണി ഇതാണ്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ തള്ളുക എന്നൊക്കെ തോന്നും. ഓരോരുത്തർ പറയും ഞാൻ SP ആണ് എന്നൊക്കെ പറയും. അത് വേറെ വിഷയട്ടാ. അങ്ങനെ ഇതാ മസാലക്ക് ദമ്മിടുകയാണ് കേട്ടോ. മസാലൻ്റെ മേലെ വാഴൻ്റെ ഇല വെച്ചിട്ട് ആ ഒരു വാഴൻ്റെ ഇലൻ്റെ ഫ്ലേവറും മസാല ഇത് ചോറും എല്ലാം കൂടിയിട്ട് ആ ഒരു ദമ്മ് പൊട്ടിക്കുമ്പോൾ ഉണ്ട് എൻ്റെ മക്കളെ ഒരു സ്മെല്ല് വരാൻ. വീഡിയോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടോ, ക്ഷമിക്കും. അങ്ങനെ പിന്നെ ദമ്മിടുകയാണ് കേട്ടോ. ഇത് ഞങ്ങൾക്ക് കട്ടാക്കാനൊന്നും അറിയില്ല മക്കളെ. ഇത് കട്ടാക്കിയിട്ടൊക്കെ വീഡിയോ എഡിറ്റ് ആക്കിയാൽ മതി എന്നൊക്കെ പറയും. അല്ലെങ്കിൽ കുട്ടികൾ കട്ടാക്കി തരുത്തൊക്കെ ആണ്. ഇന്നിപ്പോൾ കുട്ടികൾ ഇത് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട് എന്നില്ല ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് കേട്ടോ ഇതിലുള്ളത്. പിന്നെ എനിക്ക് കട്ടാക്കാനൊന്നും എനിക്ക് അറിയൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു വേറെ ആരും മുഖവും ഇതൊന്നും അല്ലല്ലോ, അപ്പം പിന്നെ ഞാൻ അങ്ങനെ കേട്ടെ വിചാരിച്ചു. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ച് പുറത്ത് തരിക കേട്ടോ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ തന്നെ ചിലപ്പോൾ ഇത് ഓഫാക്കിയിട്ട് ഇതിൽ വേണ്ട വീഡിയോ ആയിരിക്കും ഇതിലിങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ അതിന്. അപ്പോൾ അത് നമുക്ക് പിന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനും അല്ല ഇതിലേക്ക് ഇടാനും അല്ല, അങ്ങനെ ഉണ്ടാവുക. അങ്ങനെ ഇതാ ദമ്മൊക്കെ ഇടുകയാണ് കേട്ടോ. കുറച്ച് ക്യാരറ്റും ചെട്ടും മല്ലിച്ചപ്പും ഉള്ളി പൊരിച്ചതും ഇതൊക്കെ ഇട്ടിട്ട് അപ്പോഴാണ് അണ്ടിപ്പരിപ്പ് മുന്തിരിൻ്റെ ഓർമ്മ വന്നത് കേട്ടോ ഇടണമെന്ന്. അപ്പം പിന്നെ ഉണ്ടായ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ അതിൻ്റെ മേലെ കൂടി 3-4 അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ പിന്നെ അതിൻ്റെ മേലെ ഒരു വാഴൻ്റെ ഇലൊക്കെ. ഈ ദമ്മിടൽ സൂപ്പറാണ് കേട്ടോ. ഈ വാഴൻ്റെ ഇലൻ്റെ ആ ഒരു ഇത് അങ്ങനെ പിന്നെ അതൊക്കെ വെച്ച് ദമ്മിട്ട് കൊടുത്ത് പാട്ട് പാടണ പൈങ്കിളി കൂട്ടിലാക്കിയതല്ല നീ എന്നെ വിട്ട് പോയതെന്നിനി. പിന്നെ ദമ്മ് ഒട്ടിച്ചിട്ടോ. ആ വാഴൻ്റെ ഇലൻ്റെ ആ സ്മെല്ലാണ് ദമ്മ് ഒട്ടിക്കുമ്പോൾ ഒരു ഒന്നൊന്നര സ്മെല്ല്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സൂപ്പർ ബിരിയാണിയായിരുന്നു. ബീഫ് ബിരിയാണിക്ക് ഒരു കറുത്ത കളർ പോലത്തെ ഒരു കുരുമുളകിൻ്റെ കളറും, ആ കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു കളറാണ്. ചിക്കൻ ബിരിയാണിക്ക് എപ്പോഴും ഇങ്ങനെ റെഡ് കളറാണ് വേണ്ടത്. നമ്മൾ കളർ പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുരുമുളക് പൊടി ചേർക്കാതെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കളർ വരും. അങ്ങനെ ഞാൻ എന്താക്കി മസാല വേറൊരു ചട്ടിക്ക് ആക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ചോറിട്ട് കൊടുക്കുകയാണ് കേട്ടോ.
ഇതിൽ ചോറിട്ടെടുത്ത് ഒന്ന് പെരക്കി ആ മസാല എണ്ണ കയ്യിലാവിക്കോളുമല്ലോ. അങ്ങനെ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ മക്കളെ. അങ്ങനെ പിന്നെ കുട്ടികൾക്ക് ചോറ് വിളമ്പുകയാണ് കേട്ടോ. ചോറ് കുട്ടികൾക്ക് വിളമ്പി കൊടുത്ത് കഴിഞ്ഞിക്കണ്. കുട്ടികൾക്ക് വിളമ്പി കൊടുത്തിട്ട് പിന്നെ ഞാൻ ചോറ് കഴിക്കാൻ നിന്നതായിരുന്നു. കുട്ടികളവിടെ വിളമ്പിയിരുന്ന് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.